താവം റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പുരോഗമിക്കുന്നു. പാലത്തിലെ ടാറിംഗ് ഇളക്കി മാറ്റുന്ന പ്രവൃത്തി പൂർത്തിയായി. 2 ആഴ്ചത്തേക്ക് ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് പ്രവൃത്തി നടത്തുന്നത്. KSTP റോഡിൽ താവം മേൽപ്പാലത്തിലെ അറ്റകുറ്റപ്രവൃത്തി പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പാലത്തിലെ ടാറിംഗ് ഇളക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് നടന്നത്. 7 ദിവസം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത്. ടാറിംഗ് ഇളക്കി മാറ്റിയ ഭാഗത്ത് പാലത്തിന്റെ കോൺക്രീറ്റ് ഇളകിയ ഭാഗത്ത് മൈക്രോ കോൺക്രീറ്റ് നടത്തി ടാറിംഗ് നടത്തും. നിലവിൽ പാലം അടച്ചതിനെ തുടർന്ന് ജനങ്ങൾ യാത്രാക്ലേശം അനുഭവിക്കുന്നുണ്ട്. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പാലത്തിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ടാറിംഗ് ഒക്കെ ഇളക്കി മാറ്റുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് സ്പീഡിൽ തന്നെ നടക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് സമയം അനുസരിച്ചൊക്കെ ഇത് നിരീക്ഷിക്കുന്നുണ്ട്. പ്രവൃത്തികൾ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ സ്ലാബിലുണ്ടാകുന്ന വല്ല വിള്ളലും കാര്യങ്ങളൊക്കെ ഉടൻ പരിഹരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ റീടാറിങ് നടത്താനുണ്ട്. അത് സമയം നഷ്ടപ്പെടാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ നടത്തുമെന്ന് പറയുന്നുണ്ട്. അതിനനുസരിച്ച് വർക്കുകൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ കുട്ടികളുടെ പരീക്ഷകളൊക്കെ ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ സമയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് യാത്ര വളരെ ഒരു ബുദ്ധിമുട്ടാകും. കൃത്യസമയത്ത് പരീക്ഷാ ഹാളിൽ എത്താനുള്ള ഒരു പ്രയാസങ്ങളും നേരിടും. അപ്പോൾ അത് അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ സമയം കളയാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ടാറിംഗ് നടക്കട്ടെ. കഴിഞ്ഞ ദിവസം വിജിൻ MLA എത്തി പ്രവൃത്തി വിലയിരുത്തിയിരുന്നു. പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാൻ MLA നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.